ബിഗ് ബോസ് കണ്ട് ഉൾപ്പുളകിതരായി ഇരുന്ന കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരോടൊക്കെ പറയുന്ന മക്കളെ, ജീവിതം വേസ്റ്റായി പോകും. ഉമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ പെൺമക്കൾ ആൺമക്കളുമായി ഒരു പരിധിക്കപ്പുറത്തേക്ക് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിലക്കാറുണ്ട്. ഇന്ന് അതിനേക്കാൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്, സാമാന്യ വിളിക്കുന്ന ഒരു സംഗതിയാണ്, പെൺകുട്ടികളാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു പരിമിതി വേണം. എല്ലാ കാര്യത്തിനും ഒരു പരിമിതി വേണം. പെൺമക്കളുടെ ജീവിതാവസ്ഥ കാണുമ്പോൾ ഓരോ പിതാക്കന്മാരും സങ്കടപ്പെടുകയാണ്. ഞാനിത് ലൈവിലായതുകൊണ്ടാണ് പറയാത്തത്. എന്റെ മുമ്പിൽ ഒരു വാപ്പ വന്ന് പറഞ്ഞ സങ്കടം, മകളുടെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ ഒപ്പം താമസിച്ച പെൺകുട്ടികൾ ബോധം കെട്ടു വീണു എന്ന് പറഞ്ഞു. ഇവിടെ ഉമ്മമാരിക്കുന്നതുകൊണ്ട് സഭ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. എന്ത് പറ്റി? സതീർത്ഥ്യരും സഹപാഠികളുമായ പെൺകുട്ടികൾക്ക് അവരോടൊപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുമ്പോൾ എന്തിനാണ് അവർ എന്തിനാണ് ബോധക്ഷയം വരുന്നത്? അത്രയും മോശമായ ഒരവസ്ഥയിലേക്ക്, സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ്. ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തോട് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദസ്തഹല്ലത്തു ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാർ. എൻ്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കും. എൻ്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കും. വഅലൈഹി ദിമാർ, അന്ന് അവരുടെ നാശത്തിന്റെ അന്നത്തെ വലിയ പെരുന്നാളായിരിക്കും. ഒന്നാമത്തത് ആണും ആണും പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യർത്തും. ഇത് വിശുദ്ധമായ ഹബീബായ തങ്ങളുടെ തിരുവചനം മാത്രമല്ല, മഹാഭാരതത്തിന്റെ 3-ാം പർവമായ ആരണ്യപർവം, വനപർവം എന്ന് പറയും. അതിൽ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുന്നുണ്ട്, കലിയുഗം, ലോകാന്ത്യം, മനുഷ്യർ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ത്രിപുർ അംശയർ അധർമ്മസ്ഥ ലോകാൻ അക്രമാധിഷ്ഠിത. ലോകത്ത് മനുഷ്യരുടെ 2/3 ജനസംഖ്യയും അധാർമികതയിലായിരിക്കും, മതമില്ലാത്തവരായിരിക്കും. മതം ധർമ്മം എന്ന് പറഞ്ഞ മതം, അതിനപ്പുറത്തൊരു വ്യാഖ്യാനമില്ല. അധർമ്മം, മതമില്ലായ്മ. അത് കാണണമെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നാൽ മതി. ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കുന്ന ആളുകൾ, ഇതൊക്കെ അവനവന്റെ സ്വന്തം കുടുംബത്തിനും വീട്ടിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട്, പ്രിയമുള്ള ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ആ അവസ്ഥയിലേക്ക് പോകരുത്. പരസ്യമായിട്ട് നൃത്തം ചെയ്യുന്നൊരവസ്ഥ. നൃത്തം ചെയ്താൽ എന്താ കുഴപ്പം? 6-ാം നൂറ്റാണ്ടിലെ തലയെക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ, പെൺകുട്ടികൾ നൃത്തം ചെയ്താൽ എന്താണോ പ്രശ്നം? നൃത്തം ചെയ്യണ്ടേ? കുറെ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര പ്രശ്നം. പെണ്ണുങ്ങൾ നൃത്തം ചെയ്താൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ടോ? ഉത്തരം ഒന്നേ ഉള്ളൂ. അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഒന്നിച്ചിറങ്ങി വരുന്നു. എന്തേ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു? ചിന്തിച്ചൂടെ? ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പുറത്ത് മലയാളത്തിന്റെ പ്രശസ്തരായ പുരുഷ നടന്മാർ നടന്നു വരുന്നു. എന്തേ അവർക്കാർക്കും ചാനലുകാരെ വേണ്ടി? സ്ത്രീകൾ നിൽക്കുന്നത് അവരുടെ ഓരോ എലമെന്റുകളും അവരുടെ മുഖത്തല്ല ക്യാമറ വെക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ആകാര സവിശിഷ്ടങ്ങൾ സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ വീഡിയോ പിടിക്കണമെന്ന് അറിയുന്ന കാപാലികന്മാർ പെണ്ണിനെ കച്ചവടക്കാരാക്കുകയാണ്. ഇസ്ലാം ഇത്തരം ചൂഷണങ്ങൾക്കെതിരാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ആർക്കും കണ്ടുകൂടാതെ. സ്റ്റാർട്ട് ബഡിന്റെ ബർഗർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും വിപണന മൂല്യമുള്ള സാധനമാണല്ലോ സ്റ്റാർട്ട് ബഡിന്റെ ബർഗർ. ഈ ബർഗറിന്റെ പരസ്യത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അത് കഴിക്കുന്ന സ്വാഭാവിക വീഡിയോ അല്ല പരസ്യത്തിലുള്ളത്. ഒരു ചെറുപ്പക്കാരിയായ അർദ്ധനഗ്നയായ ഒരു പെണ്ണ് അവരുടെ ചേഷ്ടകൾ, ലൈംഗിക ചുവയോടുകൂടിയുള്ള ചേഷ്ടകളോടുകൂടി ഈ ബർഗർ തിന്നുന്ന പരസ്യം. ഈ പരസ്യം വന്ന വർഷം മില്യൺ കണക്കിന് ഡോളറാണ് ഈ ബർഗർ കമ്പനി ഉണ്ടാക്കിയത്. എന്തേ? പെണ്ണിന്റെ ഉടലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കച്ചവടം ചെയ്യപ്പെടാൻ കഴിയൂ എന്നവർക്കറിയാം. 97% പുരുഷന്മാരാണ് കാർ വാങ്ങുന്നത്. എന്തേ? കാറിന്റെ പരസ്യത്തിൽ മുട്ടിന്റെ മുകളിലുള്ള ഒരു വസ്ത്രവും പെണ്ണിന്റെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലത്തെ ക്ലീവേജ്, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, ആ ഭാഗം പുറത്തേക്ക് ഇട്ടുകൊണ്ടുള്ള വീഡിയോ കാറിന്റെ പരസ്യത്തിൽ. എന്തേ ഒരു പുരുഷനെ അതിൽ പരസ്യത്തിൽ അഭിനയിപ്പിക്കാത്തത്? ആളുകൾക്ക് വേണ്ടത് പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കച്ചവടമാണ്. അപ്പൊ സ്ത്രീ മൊത്തത്തിൽ വിൽക്കപ്പെടുന്നൊരു സംഗതിയായി. നിങ്ങൾ തുള്ളുമ്പോൾ സദസ്സിലിരിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നല്ല പറയുന്നത്. ഇത് വീഡിയോ പിടിക്കുന്ന ആളുകൾ
അവർക്ക് പലതരത്തിലുള്ള ലക്ഷ്യമുണ്ട്. ഒരു എലമെന്റിൽ പോലും ഒരു പെണ്ണും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ മതത്തിന്റെ പേരാണ് ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള രത്നം അത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളെല്ലാവരും കൂടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എത്ര മനോഹരമായിരിക്കും. എന്റെ പരിപാടി കഴിഞ്ഞു, മുനീർ ഹസ്സാന്റെ പ്രസംഗം തുടങ്ങാൻ പോണ്. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ കച്ചവടം കഴിഞ്ഞു, ലാഭമായി. ഈ പറഞ്ഞതൊക്കെ വലത് ചെവിയിലൂടെ ഇടത് ചെവിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ 3 സ്വലാത്ത്, ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ 450 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നില്ലേ, 3 സ്വലാത്ത് ചെല്ലിന്റെ കൂലിയെങ്കിലും കിട്ടട്ടെ എനിക്ക്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്, പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഹ്രസ്വമായ ജീവിതം മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്, ഇബാദത്ത്. എല്ലാവരോടും ചിരിക്കടും, എല്ലാവരെയും സന്തോഷിപ്പിക്കും. രാവിലെ 7 മണിയായപ്പോൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ പള്ളിയുടെ വാതിക്കൽ അശോകൻ ചേട്ടൻ, എറണാകുളം പിറവത്ത് നിന്ന് വന്ന അശോകൻ ചേട്ടൻ, മകൾ അരുണിമ, അമ്മ ഷാർമിള ചേച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, എവിടുന്ന് വന്നു? പിറവത്തുനിന്ന്. എന്തേ കാര്യം? മോള് എറണാകുളം പെരുമ്പാവൂര് ചേലക്കുളത്തെ ജയഭാരതി കോളേജിലാണ് പഠിക്കുന്നത്. കുട്ടിക്ക് ഫീസ് അടക്കാനില്ല. ടെൻഷനാകണ്ട, ഒരു വീഡിയോ ചെയ്തു കൊടുത്തു. അവരെ ആരെ മുഖം പോലും കാണിച്ചിട്ടില്ല. ഫസ്റ്റിലെ ഷിഹാബ് എന്ന് പറയുന്ന തൃശ്ശൂരുകാരൻ 25,000 രൂപ അയച്ചു കൊടുക്കുക. മനുഷ്യന്റെ ഒരു ലഹരി. എടാ, നിസ്കരിക്കാൻ സിമ്പിളാണ്, നമ്മൾ വിചാരിച്ചാൽ മതി. നോമ്പെടുക്കാൻ സിമ്പിളാണ്, നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ചില്ലറ മനക്കെട്ടിയൊന്നും പോരാ. അതുകൊണ്ടാണ് മരണമാസന്നമാകുന്ന സമയത്ത് മനുഷ്യൻ പടച്ചവന്റെ മുമ്പിൽ സജ്ജനമാകാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നാ പറഞ്ഞത്? ദൈവമേ, എന്നെ ഒന്ന് വെറുതെ വിടണേ, ഞാൻ ദാനം ചെയ്തേക്കാം. ദാനത്തിന് ഇസ്ലാമിൽ അത്ര മഹത്വം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു മനുഷ്യൻ, ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി അരുണിമ എന്ന് കേൾക്കുമ്പോൾ, എനിക്കിവിടെ അരുണിമയല്ല പ്രശ്നം, എനിക്കിവിടെ സ്റ്റെല്ലയല്ല പ്രശ്നം, എനിക്കിവിടെ അബ്ദുൽ ഖാദർ അല്ല പ്രശ്നം, എനിക്ക് മനുഷ്യനാണ് പ്രശ്നം. മനുഷ്യന്റെ വേദനയാണ് പ്രശ്നം. ആ മനുഷ്യന്റെ വേദന നീക്കുന്നതിലൂടെ എന്നെയും അരുണിമയും സൃഷ്ടിച്ച സിദ്ധാവായ പടച്ചതമ്പുരാൻ ഇത് അവന് വലിയ സന്തോഷമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇതൊക്കെ കൊടുക്കുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതം ആസ്വദിക്കുക. അമ്മമാരോട് ഒരിക്കൽ കൂടി പറയാണ്, ജീവിതം ആസ്വദിക്കുക. എങ്ങനെ ആസ്വദിക്കേണ്ടത്? നന്മയിലായി ആസ്വദിക്കുക. നിങ്ങൾ നിങ്ങളുടെ മരുമോളോടുള്ള പ്രശ്നം കാരണം രാത്രിയിൽ എപ്പോഴും ചൊറിഞ്ഞു മാതിയിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? അമ്മായിയമ്മയുടെ പ്രശ്നമുള്ള ഒരു പെണ്ണിന് എന്നെങ്കിലും മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമോ? കൂട്ടുകാരോട് പ്രശ്നമുള്ള ഒരാൾക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമോ? എങ്കിൽ ആരോടും പ്രശ്നമില്ലാത്ത മനുഷ്യർക്ക് എത്ര സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും? നബി ആരാണ് മുഅ്മിൻ? അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അനസേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ മനസ്സിൽ ഒരാളോടും വൈരാഗ്യമില്ല, നിന്റെ മനസ്സിൽ ഒരാളോടും ദേഷ്യമില്ലെങ്കിൽ നീയാണ് മുഅ്മിൻ, നീയാണ് ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും മനസ്സമാധാനം അനുഭവിക്കുന്നവനെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരോടും സഹകരിക്കണം, എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരോടും പുഞ്ചിരിക്കണം. കഴിയുന്നതെന്തും മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ പുഞ്ചിരി കാണാൻ അതൊരു ലഹരിയാക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് തന്ന സമയത്തേക്കാൾ അധികരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇത്തരം ഒരു പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.